ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ചട്ടി അടുപ്പിൽ വെച്ചെടുത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാവാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയ്ക്ക് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പൊടിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊടിയുടെ പച്ചമണക്ക് മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 തക്കാളിയാണ് ഞാൻ എടുത്തത്, വലിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളിനെയും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തക്കാളി നല്ലപോലെ ഉടച്ചൊന്നും എടുക്കണില്ല, കാരണം തക്കാളി കടിക്കാൻ കിട്ടണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തക്കാളി ഉടച്ചെടുക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചുടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അരപ്പിനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ ഇനി ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പൊക്കെ ചിക്കനിലൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നോളൂ. ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാട്ട് ഇട്ട് കൊടുത്തത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ അധികം വേവൊന്നുമില്ല. ഇനി ഒരു 2 മിനിറ്റ് ഇതിന് തുറന്ന് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പും കൂടെ മുകളിൽ ഇട്ട് കൊടുത്ത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.